ചെയ്തിരിക്കുന്ന കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾ പൊടി, ഇച്ചിരി ടൊമാറ്റോ സോസും കൂടെ പുരട്ടി മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനാണിത്. ആ ചിക്കൻ നമുക്ക് ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് ഒരു പാൻ എടുത്ത് തീ വെച്ചിട്ട് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് വറുത്തെടുക്കാവുന്നതാണ്. എണ്ണ ചൂടാകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഓരോന്നായി ഇട്ട് കൊടുത്ത് വറുത്തെടുക്കും. നമ്മൾ ഈ പരുവമാകുന്നിടം വരെയും ചിക്കൻ വറുത്തെടുത്ത് ഒരു പാത്രത്തിലേക്ക് ഇടുക. അങ്ങനെ നമ്മുടെ എല്ലാ ചിക്കനുകളും വറുത്തെടുക്കുക. ഞാൻ വറുത്ത് വെച്ച ചിക്കന് അതിൻ്റെ കൂടെ 2 വലിയ സവാള കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ഒരു ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി ജിഞ്ചർ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ ചിക്കൻ മസാല, ആവശ്യത്തിന് ഉപ്പ്, കടുക്, കറിവേപ്പില, മല്ലിയില, ഇത്രയും സാധനങ്ങൾ വെച്ച് ഞാനൊരു അടിപൊളി ചിക്കൻ കറി നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കുകയാണ്. ഞാനൊരു പാനിൽ എണ്ണ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി കഴിഞ്ഞ് അതിലേക്ക് കടുകിടുന്നു. കടുക് പൊട്ടിക്കഴിഞ്ഞ് അതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇടുന്നു. ഞാൻ വറുത്ത എണ്ണയിൽ തന്നെയാണ് ഈ സവാളയൊക്കെ വഴറ്റിയെടുക്കുന്നത്. നമുക്ക് എണ്ണ വേറെ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അത് വഴന്നു വരുന്നിടം വരെയും നമ്മൾ ഇളക്കി കൊടുക്കുക. വഴന്നു വരുന്ന സവാളയിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. അത് അവിടെ കിടന്ന് ഒരു ബ്രൗൺ കളർ ആകുന്നിടം വരെയും സവാള ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കും. നമ്മുടെ സവാള ഒരു ബ്രൗൺ കളറിലേക്ക് എത്തിക്കഴിഞ്ഞു. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഞാൻ ചേർത്ത് കൊടുക്കും. നമ്മുടെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ ചേർക്കുക. ഞാൻ 2 സ്പൂണാണ് ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അത് നന്നായിട്ട് ഇളക്കി കൊടുക്കും. അത് നല്ലപോലെ ഒന്ന് വഴന്നു വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അടി പിടിക്കും. എൻ്റെ സവാളയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് വഴന്നു വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ചിക്കൻ മസാല ഇടുക. ഞാനൊരു 4 സ്പൂൺ ഇടുകയാണ്. ഓൾറെഡി നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ട്. മുളക് പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, മഞ്ഞൾ, അതിലൊക്കെ ആവശ്യമുള്ള എരി നമുക്ക് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ ചിക്കൻ മസാല ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. അത് നന്നായിട്ടൊന്ന് പച്ച രസം ഒന്ന് മാറുമ്പോഴത്തേന് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ടൊമാറ്റോ ഇട്ട് കൊടുക്കുക. ഞാൻ ടൊമാറ്റോ ഇട്ടു. അതും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കനും ഇട്ട് കൊടുക്കുക. ഈ വറുത്ത് വെച്ച ചിക്കനിൽ നമ്മൾ ആവശ്യമുള്ള ഉപ്പും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്തിട്ടുണ്ട്. എന്നാലും നമ്മൾ നോക്കിയിട്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് പിന്നീട് ഇടുക. ഞാനിതിലേക്ക് ചിക്കൻ ഇട്ടു. തീ ഒന്ന് കുറച്ച് കൊടുക്കുക. അത് നന്നായിട്ടൊന്ന് ഇളക്കി അടുപ്പത്ത് വേവാൻ വെക്കുക. ഒന്നും കൂടെ നന്നായിട്ട് ഒന്ന് ഒരു 10-15 മിനിറ്റ് ഒന്നും കൂടെ മസാലയൊക്കെ പരണ്ട് നന്നായിട്ട് വരാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഞാൻ തിളപ്പിച്ച് വെച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കും. നന്നായിട്ടൊന്ന് ഇളക്കി അത് വേവാനായിട്ട് ഒരു 10-15 മിനിറ്റ് നമ്മൾ അടുപ്പത്ത് അടച്ചു വെക്കും. ചെറിയ തീയിൽ അടച്ചു വെക്കും. ഞാനിത് ചെറിയ തീയിലൊന്ന് അടച്ചു വെക്കുക. 10 മിനിറ്റ്. നമ്മുടെ ചിക്കൻ
10 മിനിറ്റ് ആയി കഴിഞ്ഞു. അത് നമ്മൾ തുറന്ന് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള കുറച്ച് തൈര് ചേർക്കുന്നു. അതൊന്ന് ഇളക്കി കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ ചെറിയ തീയിലാണ് ചിക്കൻ വേവിച്ചെടുക്കുന്നത്. ഓൾറെഡി നമ്മൾ വറുത്ത ചിക്കനാണ്. മസാലയൊക്കെ നന്നായിട്ട് വേവിച്ചെടുത്തതാണ്. അതിലേക്ക് ആവശ്യമുള്ള തൈരും ഒഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി കഴിഞ്ഞ് അതിലേക്ക് 1/2 സ്പൂൺ പഞ്ചസാര ഇടുക. കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിക്കുക. അതിന് ശേഷം നന്നായി ഇളക്കി അതൊന്ന് തിളയ്ക്കുന്നിടം വരെ കാത്തിരിക്കുക. അത് നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തീ ഓഫ് ചെയ്യുക. അതിലേക്ക് കുറച്ച് മല്ലിയില ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ആവശ്യമുള്ളവർ മാത്രം മല്ലിയില എടുത്താൽ മതി. മല്ലിയില ഇഷ്ടപ്പെടാത്തവരുണ്ട്, അവർക്ക് മല്ലിയില ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി. നല്ല ചപ്പാത്തിയോ പൊറോട്ടയോ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡി ആയിക്കോ.